ദൈവത്തെ നെഞ്ചോട് ചേർത്തുപിടിച്ച ശാസ്ത്രകാരൻ. ലോകം കണ്ടിട്ടുള്ള മഹാരഥന്മാരായ ശാസ്ത്രകാരന്മാരിൽ പലരും നല്ല ഈശ്വരവിശ്വാസികൾ കൂടിയായിരുന്നു. ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്കിടയിലും പരീക്ഷണങ്ങൾക്കിടയിലും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും കൈവടിയാൻ അവരൊന്നും സന്നദ്ധരായില്ല. ഒരു നൂറ്റാണ്ട് മുമ്പ് ഫ്രാൻസിലെ തിരക്കുള്ള ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു തീവണ്ടി പുറപ്പെടുകയായിരുന്നു. യാത്രക്കാരുടെ കൂട്ടത്തിൽ അവിടുത്തെ പേരുകേട്ട കലാലയത്തിലെ മിടുമിടുക്കനായ ഒരു ശാസ്ത്രവിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു. കനപ്പെട്ട ഏതോ പുസ്തകം നിവർത്തി വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. വായനയ്ക്കിടയിൽ ആ വിദ്യാർത്ഥി തൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മധ്യവയസ്കനായ യാത്രക്കാരനെ ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ജപമാലയും പ്രാർത്ഥനാ പുസ്തകവുമാണ് അയാൾ കണ്ടത്. ജപമാലയുടെ മണികൾ ഒന്നൊന്നായി ഉരുട്ടിക്കൊണ്ട് അദ്ദേഹം ഏതോ പ്രാർത്ഥന ഉരുവിടുകയായിരുന്നു. ഈ രംഗം കണ്ടപ്പോൾ വിദ്യാർത്ഥിക്ക് ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത പുച്ഛമാണ് തോന്നിയത്. ഇത്ര വലിയ തിരക്കിനിടയിലും അദ്ദേഹം ഒരു പാഴ്വേല ചെയ്യുകയാണെന്ന തോന്നലാണ് യുവാവിനുണ്ടായത്. അയാൾ ചോദിച്ചു, അങ്കിൾ, താങ്കളൊരു ഈശ്വരവിശ്വാസിയാണല്ലേ? ഈ തിരക്കിനിടയിലും താങ്കൾക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നു? ഈ വ്യർത്ഥവേല കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വിദ്യാർത്ഥിയുടെ ചോദ്യം കേട്ട് അദ്ദേഹം തലയുയർത്തി. പിന്നെ യുവാവിനെ നോക്കി മന്ദഹസിച്ചു. എന്താ, അനുജന് ഈശ്വരവിശ്വാസമില്ലേ? അദ്ദേഹം ചോദിച്ചു. ഹോ, ലോകം അനുനിമിഷം ശാസ്ത്ര പുരോഗതിയിലേക്ക് കുതിക്കുകയല്ലേ, പിന്നെന്ത് ഈശ്വരൻ? വിദ്യാർത്ഥി കൂടുതൽ നീരസത്തോടെ സഹയാത്രികനെ നോക്കി. എന്നാലും എനിക്ക് ഈശ്വരനെ കൈവടിയാൻ കഴിയുന്നില്ല. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈശ്വരനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അദ്ദേഹം വിശദമാക്കി. ഛേ, താങ്കളൊരു മൂഢൻ തന്നെ. ഈ ജപമാലയും പ്രാർത്ഥനാ പുസ്തകവുമൊക്കെ പുറത്തേക്ക് വലിച്ചെറിയൂ. എന്നിട്ട് താങ്കൾ കുറച്ച് സയൻസ് പഠിക്കാൻ നോക്കൂ. വിദ്യാർത്ഥി അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. സയൻസോ? അതെന്ത് കുന്തമാണ്? എനിക്കതേപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ. ഒന്ന് പഠിപ്പിച്ചു തന്നാൽ നന്നായിരിക്കും, അദ്ദേഹം അഭ്യർത്ഥിച്ചു. താങ്കളെ പഠിപ്പിക്കാനൊന്നും എനിക്ക് നേരമില്ല. അങ്ങനെ പറയരുത്. എങ്ങനെയായാലും എനിക്കല്പം സയൻസ് പഠിച്ചേ തീരൂ, സഹയാത്രികന് നിർബന്ധമായി. എങ്കിൽ താങ്കളുടെ മേൽവിലാസം ഒന്ന് കുറിച്ചു തന്നോളൂ. സയൻസ് എന്തെന്ന് മനസ്സിലാക്കാനുള്ള ഏതാനും പുസ്തകങ്ങൾ ഞാൻ അയച്ചു തരാം. എന്നാലെങ്കിലും താങ്കളുടെ ദൈവവിശ്വാസം ഒന്ന് കുറഞ്ഞു കിട്ടുമല്ലോ, ചെറുപ്പക്കാരൻ പരിഹാസസ്വരത്തിൽ പറഞ്ഞു. ശരി, ഇത് കയ്യിൽ വെച്ചോളൂ. എൻ്റെ പൂർണ്ണമായ മേൽവിലാസം ഇതിനകത്തുണ്ട്. അദ്ദേഹം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് വിദ്യാർത്ഥിയുടെ നേർക്ക് നീട്ടി. ലൂയി പാസ്ചർ, ഡയറക്ടർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, പാരീസ്. അത് വായിച്ചതോടെ വിദ്യാർത്ഥി ഒരു നിമിഷം നടുങ്ങിപ്പോയി. അയാളുടെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു. ലോകം മുഴുവൻ ആരാധിക്കുന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ലൂയി പാസ്ചറെയാണ് താൻ സയൻസ് പഠിപ്പിക്കാൻ ശ്രമിച്ചതെന്നോർത്ത് അയാളുടെ ശിരസ് താനെ കുനിഞ്ഞു. ഒരക്ഷരം പോലും ശബ്ദിക്കാനാവാതെ അയാളുടെ നാവ് നിശ്ചലമായിപ്പോയി. ആ മഹാപ്രതിഭയുടെ മുന്നിൽ അയാൾ അറിയാതെ കൈകൂപ്പി നിന്നു. പകർച്ചവ്യാധികൾ പരത്തുന്നത് വൈറസുകളാണെന്ന സത്യം ആദ്യം കണ്ടെത്തിയത് ലൂയി പാസ്ചറായിരുന്നു. പാല് കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള പാസ്ചറൈസേഷൻ എന്ന ശാസ്ത്രീയ വിദ്യയുടെ ഉപജ്ഞാതാവും അദ്ദേഹമായിരുന്നു. പേപ്പട്ടി വിഷബാധയ്ക്കുള്ള ചികിത്സ തുടങ്ങിവെച്ചതും ലൂയി പാസ്ചർ തന്നെ. എല്ലാ രീതിയിലും സയൻസിൻ്റെ മഹാചാര്യനായിരുന്നു അദ്ദേഹം. 1822 പാരീസിൽ ജനിച്ച ലൂയി പാസ്ചർ ദൈവവിശ്വാസത്തെയും ശാസ്ത്രവിജ്ഞാനത്തെയും തേനും വയമ്പും പോലെ ചാലിച്ചു ചേർത്തുകൊണ്ടാണ് പ്രശസ്തിയുടെ പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറിയത്. 1895 ഈ പ്രതിഭാധനൻ ലോകത്തോട് വിട പറഞ്ഞു.